ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ. ഇന്ന് യുദ്ധമാണ് എവിടെയും ചർച്ച. ലോകമാസകലം യുദ്ധത്തിൻ്റെ ഭീതിയിലുമാണ്. വചനം പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവന് സ്നേഹത്തിലായിരിക്കാനേ കഴിയും. സ്നേഹം അറ്റുപോകുമ്പോൾ യുദ്ധം ആരംഭിക്കുന്നു. ഇന്നോളം ലോകം കണ്ടിട്ടുള്ള ഏത് യുദ്ധം പരിശോധിച്ചാലും ഇത് സത്യമാണ്. സ്നേഹം അവസാനിക്കുന്നിടത്ത് യുദ്ധം ആരംഭിക്കുന്നു. വ്യക്തികൾ തമ്മിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും ഏത് തരത്തിലുള്ള യുദ്ധമായാലും സ്നേഹം അവസാനിക്കുന്നിടത്ത് യുദ്ധം ആരംഭിക്കുന്നു. സ്നേഹം സകലത ക്ഷമിക്കും. സ്നേഹമില്ലാത്തിടത്ത് ക്ഷമയറ്റുപോകും. ക്ഷമയറ്റുപോകുമ്പോൾ പ്രകോപനപരമായ പ്രതികരണങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കും. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഏതൊരു യുദ്ധമായാലും ആ യുദ്ധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭയമാണ്. യുദ്ധത്തിൻ്റെ ഉറവിടം അത് ഭയമാണ്. എൻ്റെ മേൽക്കോയ്മ നഷ്ടപ്പെടുമോ? എൻ്റെ അധികാരം നഷ്ടപ്പെടുമോ? ഞാൻ ചോദ്യം ചെയ്യപ്പെടുമോ? എനിക്കെതിരെ ആരെങ്കിലുമൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ടോ? എനിക്കെതിരായൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള സംശയം, ആ ഭയം, അതാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും ലോകത്തിലായാലും ഏത് ലോകമഹായുദ്ധത്തിൻ്റെ പിന്നിലായാലും ഈ ഒരു ഘടകമുണ്ട്, ഈ ഒരു എലമെൻ്റുണ്ട്. ഈ ഭയം എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് ശരിക്കും തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. യുദ്ധ സാധ്യത, യുദ്ധ സാഹചര്യം എനിക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നിയാലും ദൈവസ്നേഹമാവുന്ന ആ ഒരു വചനം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ആമേൻ.